ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. അപ്പം നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോസിലോട്ടൊക്കെ വന്നിട്ട്. കാരണം നമ്മളെ വീട്ടിലെ 6 പുതിയ അതിഥികൾ വന്നു കേട്ടോ. അതാരെന്ന് പറഞ്ഞുതരാം. പ്രാവല്ല, നമ്മുടെ ഷാഡോ ഡോഗ് ഉണ്ടല്ലോ, അമേരിക്കൻ പുള്ളി. അവളുടെ പ്രസവം കഴിഞ്ഞു. അപ്പം മൊത്തത്തിലൊരു 6 പപ്പീസ് ഉണ്ട്. അതിൽ ഒരു 4ഓളം മെയിലും 2 ഫീമെയിലുമായിട്ട് 6 പപ്പീസ്. അപ്പോൾ അതിൻ്റെയൊക്കെ തിരക്ക് കാരണം പിന്നെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. അതേ ദിവസങ്ങളിൽ തന്നെ നമ്മുടെ കൂട്ടിലും പ്രാവുകൾ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ സിംഗിളായിട്ട് ഇട്ടേക്കുന്ന കാര്യം തുടക്കത്തിലേ പറയാം. ഈ മെയിൽ ഈ ഫീമെയിലിനെ ഇപ്പോൾ ഭയങ്കരമായിട്ട് കൊത്തുന്നു. അതെന്താണെന്ന് അറിഞ്ഞൂടുക. അത് അറിയാമെന്നുള്ളവരൊന്ന് പറയാം. എനിവേ, ഇതിനകത്ത് നമുക്കൊരു കുഞ്ഞുണ്ട്, റാംപൂരി, ഇന്ത്യൻ റാംപൂരിയിൽ. അതുപോലെ നമ്മുടെ UAE ബ്ലഡ് ലൈനിലുള്ള ഒരു പെയറിൽ 2 കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ. 2 ദിവസമായിട്ടാണ് വിരിഞ്ഞത്. നമ്മൾ ഈ പെയറിങ്ങിൽ മുട്ടയൊന്നും മാറ്റി വയ്ക്കാനൊന്നും നിന്നില്ല. പിന്നെ അതുപോലെ ഈ ഒരു പെയറിൽ എനിക്ക് തോന്നുന്നു, നോക്കട്ടെ, മുട്ട വിരിഞ്ഞില്ലേ? അതിനകത്ത് ഉള്ള മുട്ട വിരിഞ്ഞില്ല കേട്ടോ. പിന്നെ ഉള്ളത് ഇത് നമ്മുടെ ഇമ്പോർട്ട് ലൈൻ റാംപൂരീസിൻ്റെ കുഞ്ഞുങ്ങൾ. 2 ഒരേ ദിവസം വിരിഞ്ഞതാണ്. അതിപ്പം ചില പ്രാവുകൾ ഇരിക്കത്തില്ലല്ലോ, അങ്ങനെ കിട്ടിയതാണ്. ഇത് പിന്നെ നമ്മൾ പുതുതായിട്ട് ചേർത്ത പറവയാണ് കേട്ടോ. കാരണം ഇതിൽ കിടന്ന പെയർ ഏതായിരുന്നു, ഏതോ ഒരു പെയർ ഫീമെയിൽ വീക്കായി. അങ്ങനെ ഞാൻ അതിനെ മാറ്റി. ഇതും ടെഡിയാണ്. പക്ഷേ ഈ മുട്ടകൾ 2 വിരിയോന്ന് പറഞ്ഞൂടാ. ഞാൻ ഓടിപ്പോണ കാര്യം എന്താണെന്ന് പറഞ്ഞുതരാം. ഇത് പുതിയതായിട്ട് ചേർത്ത പ്രാവാണ് കേട്ടോ, പെയർ ചെയ്ത്. അതുപോലെ ഇതിലും ഇത് കൊടുത്തു ഈ പെയർ. അപ്പോൾ ഇതിൻ്റെ കുഞ്ഞുങ്ങൾ 2 നമുക്ക് വിരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ, നല്ല ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞുങ്ങൾ. അതുപോലെ നമ്മുടെ സാരംഗ്പൂരി കൽദൂമയിൽ ഒരു കുഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഈ കൽദൂമയൊന്നും കൊടുക്കാനുള്ളതല്ല കേട്ടോ, കാരണം എൻ്റെ ഇതുവരെ ഞാൻ ഇവരെ കുഞ്ഞുങ്ങളെ എടുത്തിട്ടില്ല. അതുപോലെ തന്നെ ഞാൻ സെലക്ട് ചെയ്ത ഒരു സാരംഗ്പൂരി കൽസറയും നഫ്തയും കൂടി ഉള്ള ഒരു പെയറാണ്. അതിൽ ഒരു കുഞ്ഞ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഇവിടെ സാരംഗ്പൂരി അടയിരിക്കുന്നില്ല. പിന്നെ ഇത് നമ്മൾ പറപ്പിക്കാൻ വേണ്ടി മാത്രം ഡബ്വാലയും ഒരു ടെഡി ലൈൻ ബേർഡിനെയും കൂടി പെയർ ചെയ്തിട്ട് 2 കുഞ്ഞുങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ഇവർക്ക് ഫുഡ് കൊടുക്കാൻ ടൈം വേണ്ട. തുറന്നു കഴിഞ്ഞാൽ അവരിപ്പോൾ പുറത്ത് ചാടും. ഇത് വന്നിട്ട് നമ്മുടെ ഗോൾഡൻ കമങ്കർ. ഇത് ഇന്നലെ വരെ മുട്ടയായിരുന്നു കേട്ടോ. രാത്രി വിരിഞ്ഞു കുഞ്ഞ് ഇരിക്കുന്നു, ഗോൾഡൻ കമങ്കർ. ഓക്കെ, അതിൽ നമുക്ക് മുട്ട വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ, സെറ്റ്. പിന്നെ ഇത് നമ്മളുടെ പേരും മറന്നു, ഗോൾഡൻ കമങ്കറിനെ കണ്ട എക്സൈറ്റ്മെൻറ്റിൽ. ഇത് ജോൺസറാണ് കേട്ടോ, ബഹ്റൈനി ബേർഡല്ല, ബഹ്റൈനിൽ നിന്ന് കൊണ്ടുവന്ന പ്രാവ്, പാകിസ്ഥാനി ബ്രീഡാണ്. ഇതിൽ നമുക്ക് 2 കുഞ്ഞിട്ടില്ല. ഇതിൽ ഓൾറെഡി ഒരു കുഞ്ഞുണ്ട് നമ്മൾ, പക്ഷെ നമുക്ക് അവനെ പറപ്പിക്കാൻ പറ്റിയില്ല. ഇത് റാംപൂരി കലഞ്ചും അതുപോലെ ഒരു കൽസറ റാംപൂരിയാണ്. പെയർ ചെയ്തിട്ടുണ്ട്, ഹെഗ് ചെയ്തിട്ടില്ല. ഇത് നമ്മുടെ ഡബ്വാലയാണ് കേട്ടോ. മുകളിൽ ഡബ്വാലയും ടെഡിയും കൂടെ പേരില്ല. അതേപോലെ ഇത് ഡബ്വാലയും അതുപോലെ ഡബ്വാല മെയിലുമാണ്. ഇതിലും ഇവർ 2 മുട്ട ഇട്ടിട്ടുണ്ട് കേട്ടോ. കാണാമെന്ന് വിചാരിക്കുന്നത് ഇതേ നമ്മുടെ ടെഡീസാണ്. ടെഡി കൊടുക്കാനിട്ടിരുന്ന ടെഡീസ് മുട്ടയൊക്കെ ഇട്ട് അടയിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ കുഞ്ഞൊക്കെ വരട്ടെ. പിന്നെ അതുപോലെ ഇവിടെയും നമ്മുടെ ഒരു പറവ പെയറുകൾ, ഇവിടെ ഒരു പെയർ പറവ. പിന്നെ ഇതെല്ലാം നമ്മുടെ മെയിലാണ് കേട്ടോ. നല്ല മഴക്കാലം ആയതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ ചാറ്റലടിക്കുന്നുണ്ട്, ചാറ്റലോ ഇറച്ചില്ലെന്നൊക്കെ പറയും, മഴത്തുള്ളി വീഴുക. അപ്പോൾ ഇപ്പോൾ നിലവിൽ ഞാൻ പെട്ടെന്ന് പോയ റീസൺ ഇതാണ് കേട്ടോ. നമ്മൾ നിലവിൽ പറപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രാവ് ഇതാ ഡബ്വാലയുടെ കുഞ്ഞാണ് കേട്ടോ. ഓക്കെ, 1 മിനിറ്റ് ഞാൻ വീഡിയോ ഒന്ന് പോസ് ചെയ്യണേ. വെയിറ്റ്. പോസ് ചെയ്തത് ഇവനെ തുറക്കാനാണ്. ഇവൻ ചിലപ്പോൾ എടുത്ത് ചാടുമെന്ന് വിചാരിച്ചിട്ട്. ഇത് വന്നിട്ട് ഞാൻ ഏതൊക്കെ ബേർഡാണെന്ന് പറഞ്ഞുതരാം കേട്ടോ. ഇത് വന്നിട്ട് നമ്മൾക്ക് സുഹൃത്തുക്കൾക്ക് ഹൈ ഫ്ലയേഴ്സൊക്കെ വളർത്തുന്ന ടീംസ് ഉണ്ടല്ലോ ബഹ്റൈനിലും അവിടെയും. അതുപോലെ നമ്മളെ കുറച്ച് സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ അവർക്ക് അയച്ചു കൊടുത്തപ്പോൾ അവർ പറയുന്നത് നിലേ കമങ്കർ എന്ന് പറയുന്നതാണ് ഈ ഒരു കളർ പാറ്റേൺ വരുന്ന ബേർഡ്സിനെ പൊതുവെ പറയണം. അവർക്ക് ചെറിയ ചോരത്തരി കണ്ണും അതുപോലെ നമ്മുടെ സബ്ജ നല്ല ഡാർക്ക് ഷെയ്ഡിൽ വരുന്ന ബേർഡ്സിന് നിലേ കമങ്കർ എന്നാണ് പറയണത്. ഓക്കെ, അപ്പോൾ ഈ ബേർഡിന് നമ്മൾ വെള്ളം കൊച്ചു കൊടുത്തിട്ടുണ്ട്. ഇവർ 2 പേരാണ് കേട്ടോ ഇപ്പോൾ പറപ്പിക്കുന്നത്. 2 പേരും നല്ല ഹൈറ്റ് കയറുന്ന ടൈപ്പ് ബേർഡ്സാണ്. അപ്പോൾ നമുക്ക് ഇവരെ പറപ്പിക്കാം. പക്ഷേ ഇവരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത ലൈറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇരുട്ട് വീഴുമ്പോഴേക്കും ഇറങ്ങാം കേട്ടോ. അപ്പം ഇതും പിന്നെ ഈ ബേർഡ് റാംപൂരി ബേർഡും ഇതിനെയും കൂടെ ഇന്നലെ നമ്മൾ ഇവരെ കൂടെ ഒന്ന് ഓട്ടിച്ച് തുടങ്ങിയേ ഉള്ളൂ. അപ്പോൾ ഇവരെ 3 പേരെ നമുക്ക് ഇന്ന് പറപ്പിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഷടപടയെന്ന് പറഞ്ഞു പോകണം കേട്ടോ. ബാക്കി ഇതെല്ലാം നമ്മുടെ ഫീമെയിൽസാണ്, അതിലൊന്നും പറയാൻ വേണ്ടിയിട്ട് വന്നതല്ല. അപ്പം ഈ ബേർഡ് ഏതിൻ്റെ കുഞ്ഞാണെന്ന് പറഞ്ഞുതരാം. ഈ നിൽക്കുന്ന ഒരു ഫീമെയിലും അതുപോലെ ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഇവിടെ നിൽക്കുന്ന ഈ ബേർഡല്ല കേട്ടോ, ഈ ബേർഡിൻ്റെ
ഇതാണ് മെയിൽ. ഇവർ രണ്ടുപേരും കൂടെ പെയർ ചെയ്തപ്പോൾ എനിക്ക് 2 കുഞ്ഞു കിട്ടും. ഒന്ന് ജാക്കിലും ഒന്ന് ഇത് മിസ്സായി, അത് മിസ്സായി, ഇവനും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനെയാണ് ഇപ്പോൾ നമ്മൾ പറപ്പിക്കുന്നത്. ഞാൻ പറപ്പിക്കുന്ന രീതി ഞാൻ പറയുന്നത്, ഇപ്പോൾ ഞാൻ പറത്തി തുടങ്ങിയല്ലോ. പറത്തിയതിന് ശേഷം റെഗുലറായിട്ട് പറത്തുന്നതിന് മുമ്പ് കുറേശ്ശെ അവർക്ക് വെള്ളം കുടിക്കാൻ വെച്ച് കൊടുക്കും. അതിനുശേഷം മുകളിൽ നമ്മുടെ ഒരു ചെറിയൊരു കൂടുണ്ട്, ഹവായി കൂട് സെറ്റ് ചെയ്യിക്കുന്നത്. അതിനകത്ത് ഇപ്പോൾ ഞാൻ കൊണ്ടിട്ട് ഒരു 10 മിനിറ്റ് അതിനകത്ത് അങ്ങ് ഇട്ടേക്കും. അതിന് ശേഷമാണ് അവരെ ഞാൻ തുറന്നു വിടുന്നത്. ഒരു കയ്യിൽ ഫോണും വെച്ചോണ്ട് എനിക്കിത് പറ്റത്തില്ല. സോ നമുക്ക് നേരെ ഇവരെ കൊണ്ട് അതിനകത്ത് ഇടാം. അപ്പോൾ ഇതുപോലെ നമ്മൾ കൂട്ടിനകത്ത് കൊണ്ടിട്ട് കുറച്ച് നേരം അടച്ചു വെച്ചേക്കും. ബേർഡിനെ കാണിച്ചത് ഇതാണ് നമ്മുടെ പറന്നുകൊണ്ടിരിക്കുന്ന പ്രാവുകൾ രണ്ടുപേരും ഹൈ ഫ്ലൈസ്, രണ്ടുപേരും മെയിലാണ്. അപ്പോൾ ഞാൻ ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം നമുക്ക് ചുറ്റിപ്പ് കൊടുക്കാൻ പ്രാവുകളോ ഒന്നുമില്ലായിരുന്നു. വേണ്ടല്ലേ, നമ്മുടെ ടെറസിൽ കൊണ്ടുവന്ന് ഇവർ ഇതുപോലെ ഹവായി കൂട്ടിലിട്ട് ഒരു 5 ദിവസം ഞാൻ ഇങ്ങനെ ഇട്ടതിന് ശേഷം വേറെ 2 പ്രാവുകൾ ഇതിനകത്തിട്ട് ഇവന്മാർ രണ്ടുപേരും തുറന്നങ്ങ് വിട്ടു. കിട്ടിയാൽ പോയാൽ പോയി, ആ സെറ്റപ്പായിരുന്നു. അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു ദിവസം ഇരുട്ട് വീഴും വരെ അവരിവിടെ നിൽക്കും കേട്ടോ. എന്നിട്ട് പിടിച്ചടയ്ക്കുന്നു, തീറ്റ കൊടുക്കുന്നു. പിറ്റേ ദിവസം ഇത് തന്നെ ഞാൻ ആവർത്തിച്ച് ഒരു 3 ദിവസം കഴിഞ്ഞിട്ട് ഇവന്മാർ ഇവിടെ നിന്ന് എടുത്ത് പറപ്പിച്ച് വരട്ടെ. അപ്പോഴത്തേക്കും ഇവിടേക്ക് ഒരു 1-2 റൗണ്ടൊക്കെ കറങ്ങിയിട്ട് നേരെ ഇതിൻ്റെ മണ്ടയിൽ തന്നെ ലാൻഡ് ചെയ്തു. ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രാവുകൾ പറന്നിട്ട് ഈ നിലേക്കമങ്കർ പറന്ന് ഇവിടെയൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ചെന്ന് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നേരെ കൈ കാണിക്കുമ്പോൾ കയ്യിലെടുത്ത് വരും. ഈ ബേർഡ് വന്നിട്ട് പറന്നിട്ട് നേരെ ഈ കൂട്ടിനകത്ത് കയറും. അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഈ കൂട്ടിനകത്ത് അന്ന് ഇട്ടിരുന്നില്ല പ്രാവുകൾ, വെട്ടുപ്രാവായിട്ട്. അതൊരു മുഗീരെ ഒരു ഒരു പറവ കറണ്ട് പോയ ഒരു തീരെ കുഞ്ഞായിരുന്നേ. അവർ പറക്കത്തൊന്നുമില്ല, അങ്ങനെ ഇവിടെ തന്നെ ഇരുന്നോളൂ. അപ്പം ഇവർ ജസ്റ്റ് ഇരുട്ടൊക്കെ വീഴുമ്പോൾ ലാൻഡ് ആവുന്ന ഒരു ടൈം ആകുമ്പം അവരെ ഇറക്കി കൊടുത്തു കഴിഞ്ഞാൽ നേരെ പറന്നിറങ്ങും. അപ്പം ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ രീതി. അപ്പോൾ ഇവർ രണ്ടുപേരും ഇവിടെ ഇരിക്കട്ടെ. നമുക്ക് താഴെ ഒരു ബേർഡും കൂടെ ഉണ്ടെന്ന് പറഞ്ഞില്ല, അതിനെയും കൂടെ ഇങ്ങ് കൊണ്ടുവരാം. ഇവിടെ നല്ല മഴയൊക്കെ പെയ്തത് പായലൊക്കെ പിടിച്ച് കിടക്കുകയാണ്. ഞാൻ ചപ്പലൊന്നും ഇട്ടിട്ടില്ല. അപ്പം സൂക്ഷിച്ച് പോയിട്ട് വരാം. കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പം ചെറുതായി ഒന്ന് തെന്നിയായിരുന്നു. തെന്നുക മീൻസ് ചറുക്കുക, ട്രിവാൻഡ്രം സ്ലാങ്ങിൽ പറഞ്ഞാൽ ചറുക്കി അടിച്ച് വീണേനെ. അപ്പം ഞാൻ ആ ഒരു ബേർഡിനെ കൂടെ പിടിച്ചിട്ട് വരാം. പിന്നെ അതുപോലെ തന്നെ ഈ പ്രാവില്ലേ, ഇത് വന്നിട്ട് ഒരു ഇതിൻ്റെ മെയിൽ ബേർഡ് ഇതാണ് കേട്ടോ. ഇത് മെയിൽ ബേർഡ്. പിന്നെ ഇത് ഫീമെയിൽ ബേർഡ്. ഈ ഫീമെയിൽ ഇപ്രാവശ്യം പെയർ ചെയ്തപ്പോൾ വീക്കായപ്പോഴത്തേക്ക് ഞാൻ മാറ്റി. ഇതാണ് കേട്ടോ ഫീമെയിൽ ബേർഡ്. പക്ഷേ ഇത് നമ്മുടെ കൈവശം കുറേ പേര് എൻ്റെ ഈ ഒരു പെയറിൻ്റെ കുഞ്ഞുങ്ങൾ എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഹൈറ്റും നല്ല മെമ്മറിയുള്ള ഒരു ബേർഡാണ് കേട്ടോ. അതായത് ഇതിന് പക്ഷേ പേടിയാണ് കേട്ടോ, ബാക്കി രണ്ടുപേരെ പോലല്ല. അപ്പം ഞാൻ എപ്പോഴും ചെയ്യണത് ഇതുപോലെ പ്രാവിനെ പിടിച്ചിട്ടേ നേരെ കൊണ്ട് ആ കൂട്ടിലിടും. അതിപ്പോൾ അവിടെ ആയിരുന്നപ്പോഴും അങ്ങനെയാണ്, ഹവായി കൂട്ടിലിട്ട് ആയിരുന്നു സെറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. കണ്ടോ നമ്മുടെ ചെയറിൻ്റെ ഹൈറ്റ് കണ്ടോ, ഇവിടെ നിന്ന് വീണാൽ പോയി. അങ്ങനെ അവരെ രണ്ടുപേരെയും പറത്തിയതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ അത് സെറ്റായല്ലോ, പറവയിലോട്ട് വന്നിട്ടുണ്ട്. പ്രാവ് ഏകദേശം 4-5 മണിക്കൂറിനകത്ത് പ്രാവുകൾ പറക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പതിയെ ഇവനെയും കൂടി അവരെ കൂട്ടത്തിൽ ഓട്ടിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പം ഇന്നലെയും പ്രാവ് പറന്നിട്ട് ഇവൻ ഒരു ദിവസം പറന്നിറങ്ങി മഴ സമയത്ത് ഞാൻ പിടിച്ചിട്ട് ഇവൻ്റെ 2 വാല് എൻ്റെ ശ്രദ്ധക്കുറവുകൊണ്ട് പിഴുതുപോയി. അപ്പോൾ ഇപ്പോൾ ചെയ്യണം സേഫായിട്ട് പ്രാവുകളെ കൊണ്ട് ഇങ്ങനെ ഇട്ട് ഇതാകുമ്പോഴത്തേക്ക് അവരൊന്ന് സ്ട്രെസ്സ് റിലീഫ് ചെയ്ത് റിലാക്സ് ചെയ്തിരിക്കും. നമ്മൾ ഈ കൂട്ടിനകത്ത് നിന്ന പ്രാവിനെ അതേപോലെ എടുത്ത് പറത്താൻ നിൽക്കുമ്പോഴത്തേക്ക് അവർക്കതൊരു ബുദ്ധിമുട്ടായിരിക്കാം. അപ്പം ഇപ്പോൾ അവർ രണ്ടുപേരും അവർക്ക് മനസ്സിലായി പറക്കാനുള്ള തയ്യാറെടുപ്പാണ് എന്നുള്ള രീതിയിൽ ഇപ്പം നിപ്പുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവരെ എന്തായാലും പറപ്പിക്കാം. ഇന്നലെ പറഞ്ഞൊന്നും കാര്യം, ഇവൻ ഈ നിലേക്കമങ്കർ പറന്നിട്ട് നല്ല ഹൈറ്റ് കയറിയിട്ട്, പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ ഏതോ ഒരു പ്രാവാണോ ഇനി ഇതിനെ എന്തെങ്കിലും പിടിക്കാമെന്നാണോ എന്ന് പറഞ്ഞുകൂടാ, അവൻ നല്ല ഹൈറ്റ് പോയി. ഇവൻ ഈ ഡബ്ബുവാലെ പറന്ന് ലാൻഡായി നേരെ ഈ കൂട്ടിക്കയറി ഞാൻ പിടിച്ചു. മറ്റവൻ പോയി എന്ന് തന്നെ ഞാൻ പ്രതീക്ഷയാണ് ഇവൻ നിലേക്കമങ്കർ. പക്ഷേ ഒരു കണ്ണിന്ന് ഇരുട്ട് വീഴുന്ന സമയം അപ്പോൾ കറക്റ്റായിട്ട് ആൾ ലാൻഡായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇവരെ ഇന്ന് നമുക്ക് പറപ്പിക്കാം കേട്ടോ. ഓക്കെ, ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് എനിക്കിപ്പം ഇതിലെല്ലാം കൂടി കവർ ചെയ്യാൻ പറ്റില്ല. സോ ഞാൻ മൊബൈൽ ഇവിടെ എവിടെയും സൈഡിൽ വെച്ചിട്ട് നോക്കട്ടെ വ്യൂസ് കിട്ടുമെന്ന്. അങ്ങനെയാണെങ്കിൽ അത് എടുത്ത് പറപ്പിക്കുന്നത് ഞാൻ കാണിച്ചാൽ, അല്ലെന്നുണ്ടെങ്കിൽ പറന്ന് പോകണതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ തട്ടിക്കൂട്ടിയൊക്കെ എടുക്കാം. വലിയ പ്ലാനൊന്നും ചെയ്യാതെ എടുക്കണ വീഡിയോ ആണ്, ഉറക്കപ്പിച്ചെന്ന് നേരെ വന്ന് കാണിക്കണ പരിപാടികളാണ് ഇതൊക്കെ. ഓക്കെ, അപ്പോൾ ഇന്ന് ഇച്ചിരി കുഴപ്പമില്ല, എന്നാലും മഴയുണ്ട് കേട്ടോ. മഴ വലിയ പണിയാണ് നമുക്ക്. എനിവേ നമുക്ക് നേരെ പ്രാവിനെ പറപ്പിക്കാം. ഇവിടെ ഒരു ഈ ബ്രിക്സ് ഉണ്ടല്ലോ, ഹോളോ ബ്രിക്സ്, ഇതിൻ്റെ അടുത്തൊക്കെ വെച്ചിട്ടൊന്നും സെറ്റാകുന്നില്ല. ഈ ട്രൈപ്പോഡൊക്കെ എടുക്കാൻ താഴെ പോകണം. ഞാൻ എന്തായാലും ഇവരെ പറപ്പിച്ചതിന് ശേഷം വീഡിയോ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. വെയിറ്റ്. നമ്മളെ കൂട് കാലിയായിട്ടുണ്ട്. ഞാൻ 3 പേരെയും
എന്താ പറപ്പിച്ചിട്ടുണ്ട്. ഇവനെ ഇപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയതാണ് കേട്ടോ. ഈ ഹൈ ഫ്ലയേഴ്സിൻ്റെ ഒരു പ്രത്യേകത, പറന്ന് സെറ്റായവന്മാർ ഒറ്റ സെറ്റ് ഒരു 10 സെക്കൻഡ് 20 സെക്കൻഡിനുള്ളിൽ തന്നെ ഹൈറ്റ് കയറും. പക്ഷേ അല്ലാത്ത ബേർഡുകൾ ഒരു നമ്മുടെ തെങ്ങ് ഹൈറ്റിൽ പറവകൾ പറക്കും പോലെ കുറച്ച് ദിവസം പറന്ന് റെഡിയായിട്ട് അവർ പറക്കും. അതാണ് നിങ്ങളിതാ ഈ കാണുന്നത് കേട്ടോ. മറ്റവന്മാർ 2 പേര് കണ്ട പറന്ന് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇവന്മാർ റോളിംഗ് ഒന്നും അല്ല കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചതിൽ ആ നിലേക്കമ്പങ്കരൊക്കെ റോൾ ചെയ്യുമെന്ന്. ഈ ബേർഡ് അതാ ഈ പറക്കുന്ന പ്രാവാണ് കേട്ടോ. അതാ ഈ താഴെ കൂടി എനിവേ അത് പറഞ്ഞിട്ട് കാര്യമില്ല, കാണാൻ മനസ്സിലാവത്തില്ല. എനിവേ അതിലൊരു പ്രാവില്ല, ഞാൻ പറഞ്ഞ ഡബ്ബുവാലെ വന്നിട്ട് വാല് ഊരി വീണത്. അത് ചെറിയൊരു ടാസ്ക്കാണ് കേട്ടോ. അവന് ഇറങ്ങാനായിട്ട് ചെറിയ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ പറവയിൽ കുഴപ്പമില്ല. പിന്നെ കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് ആ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. 2 വാല് പിഴുതുപോയി എൻ്റെ കൈവശത്തും. ശ്രദ്ധക്കുറവുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പറവ രീതി. ഇവിടെ ഇപ്പം ഞാൻ മണ്ട അടിച്ച് വീണേനെ. അവിടെ നിന്ന് ഫോൺ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെപ്രാളപ്പെട്ടിങ്ങ് വന്നു, കാലൊന്ന് തെന്നി. അമ്മേ, ഞാൻ ഇപ്പോൾ ഇവിടെ ഇരിക്കാം. അപ്പോൾ ഇവിടെ ഇനി ഒരു ചാരുകസേരയും കൂടെ ഉണ്ടെങ്കിൽ നമുക്കിതാ ഇത്രയും തുറന്ന ആകാശം. എവിടെ പോയി? അയ്യോ, ഇതാ പറക്കുന്നു. ഓക്കെ, മറ്റവനും സെറ്റായിട്ടുണ്ട് കേട്ടോ ഇവരുടെ കൂടെ. അപ്പോൾ നമുക്കിപ്പം നമ്മുടെ പുതിയ കൂട്ടിൽ പറപ്പിക്കാനുള്ള 3 പ്രാവുകൾ സെറ്റായിട്ടുണ്ട് ഗൈസ്. ഇതൊന്നും അല്ല കേട്ടോ ഹൈ ഫ്ലയേഴ്സിൻ്റെ ഇതൊന്നുമല്ല. പ്രാവ് നമ്മളിപ്പം പറവയുടെ ഭംഗി വേറെ ഒന്നാണ്. പറവ കുറേ സമയം പറക്കും. ഇവന്മാരെ സംബന്ധിച്ച് ഇവന്മാർ ഒരുപാട് ലോങ് ഒന്നും വലിയത്തൊന്നുമില്ല കേട്ടോ. ഇവന്മാർ ഇങ്ങനെ വേണ്ട ഹൈറ്റിൽ അതിൽ പുതിയതായിട്ട് വിട്ട് റോൾ ചെയ്യുന്നുണ്ടോ എന്നൊരു സംശയമില്ല. ഇങ്ങനെ ഹൈറ്റിൽ ഇങ്ങനെ നിൽക്കും. ഇവന്മാർ 2 പേരാണ് അടുത്ത് നിൽക്കണില്ല. ഇവർ 2 പേരാണ് നമ്മളിൽ പറന്നുകൊണ്ടിരുന്നത്. മറ്റവൻ ഇവരെ കൂടെ മാറി നിന്ന് പറക്കുന്നു. സെറ്റായി വരുന്നേ ഉള്ളൂ. പക്ഷെ എത്ര ഹൈറ്റ് കയറിയാലും പ്രാവുകൾ എത്ര ഇനി കാറ്റൊക്കെ എടുത്ത് പോയാലും ഫാൽക്കനൊന്നും കൊണ്ടുപോയില്ലെങ്കിൽ എൻ്റെ കയ്യിൽ പറന്ന പ്രാവുകളൊക്കെ നമ്മളിൽ റിട്ടേൺ വരും കേട്ടോ. അത് ഇവരുടെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. ഇപ്പം ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേയിലൊക്കെ വിട്ടിട്ട് പോയതുണ്ട്. പറന്ന് ഹൈറ്റ് കയറി മീൻസ് ഈ ഹൈ ഫ്ലയേഴ്സ് ടോപ്പ് അടിച്ചങ്ങ് പോകൂലേ, നമ്മളെ കണ്ണ് മങ്ങണ വിധത്തിന് ഹൈറ്റിൽ കയറി ഒരു ദിവസം അല്ല 2 ദിവസം പറന്നിറങ്ങിയാൽ പിന്നെ പേടിക്കേ വേണ്ട. എല്ലാവരുടെ കേസിലും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ നമ്മുടെ പ്രാവുകൾ അങ്ങനെയാണ് കേട്ടോ. അതാണ് എൻ്റെ ഒരു വിശ്വാസം. 4മതൊരു സ്ഥലം കണ്ട ഇതാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്. ഇന്നലെ ഞാൻ 2 മറ്റേ ഡബ്ബുവാല ഇറങ്ങിയതിന് ശേഷം ഹൈറ്റ് കയറിയപ്പോൾ ഒരു പ്രാവും കൂടി വന്നെന്ന് പറഞ്ഞില്ലേ. ഇത് പ്രാവണ്ട ഇപ്പം 4 പേരെ. ഇത് പ്രാവ് തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. ഇതാണ്ട അവരെ അതിൻ്റെ കൂടെ നിന്ന് പറന്ന് ഈ നമ്മുടെ ഡബ്ബുവാല ഇറങ്ങി നിലേക്കമങ്കർ ഉണ്ടല്ലോ സബ്ജ കളർ, അത് പറന്നപ്പോൾ അതിൻ്റെ കൂടെ നിന്ന് പൊട്ടടിച്ചൊരു സാധനം ഉണ്ടായിരുന്നു. ഇപ്പം 3 പേരാണ് നമ്മൾ വിട്ടത്. പക്ഷേ നിങ്ങൾക്ക് വീഡിയോ കാണാൻ താണ്ട 4മതൊരുത്തൻ. ഇവൻ എവിടെ നിന്ന് വന്നു, ഇതാരാണെന്നൊന്നും ഒരു പിടിയില്ല കേട്ടോ. ഇന്നലെ എൻ്റെ ചെറുക്കനെ വളച്ചെടുത്തുകൊണ്ട് പോകാൻ നോക്കി. ആരാ നീ? വേണ്ട ഹൈറ്റ് കയറിയണ്ട. ഞാൻ ഈ പറഞ്ഞ് തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 2 മിനിറ്റായി പ്രാവിനെ പറത്തിട്ട്. ഇപ്പോൾ പ്രാവ് കണ്ട ഹൈറ്റ് കയറിയത് കാണാൻ പറ്റുന്നുണ്ടോ? നമ്മൾ ഈ സംസാരത്തിൻ്റെ ഇടയിൽ പതിയെ പ്രാവ് ഹൈറ്റ് കയറി. 2 മിനിറ്റിൽ പ്രാവുകൾ കണ്ട ടോപ്പ് ഹൈറ്റ് കയറി. ഇനി കാണാൻ പോകുന്നത് 6x സൂമിലാണ് കേട്ടോ. ഇപ്പോൾ പ്രാവ് ഈ ഫോക്കസ് ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. നിങ്ങളിത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. 3x 2x 1x സൂമിലാണ് നിങ്ങളിപ്പോൾ കാണുന്നത് കേട്ടോ. കണ്ട അപ്പോൾ കറക്റ്റ് ഹൈറ്റ് പൊങ്ങിയിട്ട് 3 മിനിറ്റായി. ഞാൻ പ്രാവിനെ വിട്ട് ഞാൻ 2ാമത് ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. 3 മിനിറ്റ് കൊണ്ട് പ്രാവ് ഹൈറ്റ് കയറിയിട്ടുണ്ട്. ഓക്കെ, പക്ഷേ ഇവന്മാർ ഇങ്ങനത്തെ രീതി ഓക്കെയാണ്. ഇതൊരു ഉച്ചവാക്കിലിട്ട് ഇപ്പോൾ നിങ്ങൾ വീഡിയോ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഉച്ചയ്ക്ക് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കാണില്ല. ഒന്നാമത് കണ്ണ് പൊട്ടണ വെയിലായിരിക്കും. ഇവന്മാർ ഈ ടോപ്പ് ഹൈറ്റ് കയറുമ്പോഴത്തേക്കും പിന്നെ ഒന്നും കാണാൻ പറ്റില്ല. അതാണ് പ്രശ്നം. കണ്ട അപ്പോൾ ഇതുകൊണ്ടൊക്കെ കൂടിയാണ് നമ്മൾ ടൂർണമെൻറ്റിൽ പ്രാവുകളെ പറത്താത്തത്. ഇതാരാണെന്നൊരു പിടിയില്ല കേട്ടോ. ഇറങ്ങിക്കിട്ടിരുന്നേ കൊള്ളായിരുന്നു. നമ്മളേന്ന് തന്നെ ഇവിടുന്ന് ഇവൻ്റെ ഒരു പെയറിൽ ഒരു ജാക്ക് പോയെന്ന് പറഞ്ഞില്ലേ, അവൻ വല്ലതും ആണോ എന്തോ. ഇവിടെ 2 പേരുണ്ട്, അവിടെ 2 പേരുണ്ട്. കൊള്ളാം. കറക്റ്റ് പറക്കണ സമയമാകുമ്പോൾ വരും, പിന്നെ എങ്ങോട്ട് പോകുമെന്തോ. പക്ഷേ ഇവിടെ നമ്മളേന്ന് തന്നെ മിസ്സായവാനാണ് ചാൻസ്. കാരണം ഈ ചുറ്റും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ആ ഒരു നിലേക്കമ്പങ്കറിൻ്റെ ഒരു പെയർ പോയായിരുന്നു കേട്ടോ. കാണാമോ എന്തോ. ഞാൻ വെറുതെ ആകാശം കാണാനില്ലേ നിങ്ങൾക്ക്? കണ്ട ഈ പ്രാവ് മാറി പോകണോണ്ടേ ഇടയ്ക്കിടയ്ക്ക് ഫോക്കസ് കട്ടാവും. ഇപ്പോൾ കണ്ട 2 പേര് ഇവിടെ ഉണ്ട്, പിന്നെ 2 പേര് അതോ അവിടെ ഉണ്ട്. കണ്ട കഴുത് കഴിക്കുന്നു. 1 മിനിറ്റ് ഞാനൊന്ന് തല താഴ്ത്തിക്കോട്ടെ. അപ്പോൾ ഗൈസ് ഉറക്കപ്പിച്ചിലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെ പ്രാവുകൾ കണ്ട ഇവിടെ എവിടെയൊക്കെയോ ഉണ്ട് കേട്ടോ, പറക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പറവ രീതി. ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്തെടുത്ത വീഡിയോ ഒന്നുമില്ല. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നിട്ട് പ്രാവിനെ പറത്താം എന്ന് പറഞ്ഞു വന്നതാണ്. അപ്പോൾ പ്രാവുകൾ പറക്കട്ടെ, ഞാനിവിടെ ഇരിക്കട്ടെ, താഴെ പോയി ഒരു കട്ടൻ കിട്ടുമെന്ന് ചോദിക്കട്ടെ. കിട്ടിയാൽ കൊള്ളായിരുന്നു. അപ്പം മഴയായതുകൊണ്ട് ഇവിടെ ഫുള്ള് ഇതണ്ട ഫുള്ള് എപ്പം പണി കിട്ടുമെന്ന് ചോദിച്ചാൽ മതി. അപ്പോൾ നമ്മളെ പ്രാവുകൾ നല്ല ഹൈറ്റൊക്കെ കയറിയിട്ടുണ്ട്. അയ്യോ, മറ്റേത് ആരാണെന്നൊരു പിടിയില്ല കേട്ടോ. നല്ല രസമുണ്ട്.
കാണിച്ചു തരാം. കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ കണ്ടുപിടിക്കൂ ഗൈസ്. രണ്ടുപേരും അവിടെ ഉണ്ട്. പിന്നെ അയ്യോ രണ്ടുപേരും അവിടെ ഉണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. കണ്ട നമ്മളെ പ്രാവ് ഉറക്കണ കണ്ട. ഓക്കെ, അപ്പോൾ ഇവന്മാരിനി പറന്നുകൊണ്ടിരിക്കും. ഇനി ഇരുട്ട് വീഴും വരെ. ഇവിടെ ഹാലജൻ സെറ്റപ്പ് ഒന്നുമില്ല. ഇത് മാറ്റിയിട്ടൊരു ഹാലജൻ ഇതിൽ ഫിറ്റ് ചെയ്താലും ആലോചിക്കുന്നുണ്ട്. നോക്കട്ടെ. അപ്പോൾ അവന്മാർ പറക്കട്ടെ കേട്ടോ. ഇതിനി പറന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ എന്തെന്ന് പറയാം. ഇത് ഇറങ്ങും വരാം. നിങ്ങൾക്ക് കാണുമ്പോഴും ബോറടിക്കും. സോ പ്രാവ് ഇറക്കട്ടെ. നമുക്ക് താഴെ പോയിട്ട് ഒന്നും ചെയ്യാനില്ല. ഇനി തീറ്റ പ്രാവിന് തീറ്റ കൊടുക്കണം. അതിപ്പോൾ ഞാൻ ഒരു കയ്യിൽ ഫോണും പിടിച്ചുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. ഞാൻ മൈൻഡപ്പ് ചെയ്യാണ്. പ്രാവുകൾ സേഫായിട്ട് ഇറങ്ങട്ടെ. ഇറങ്ങുമ്പോൾ വെട്ടം കുറയണമെങ്കിൽ ഇറങ്ങുന്നതിൻ്റെ വിശേഷവും കാണിക്കുന്നതായിരിക്കും. ഓക്കെ, കണ്ട ഈ ഒരു ഹൈറ്റിൽ പോകുമ്പോഴത്തേക്ക് നമുക്ക് ആ കാർമേഘമൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ കയറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പ്രാവ് പോയാൽ പോയി, കിട്ടിയാൽ കിട്ടി. കാരണം ഇത്രയും ഹൈറ്റിൽ 6x സൂമിലാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രാവിനെ കാണാമോ എന്ന് വിശ്വസിക്കുന്നു. കണ്ട ഇങ്ങനെ പറക്കുന്ന പ്രാവുകളെ എവിടെ വെട്ടിടേ. കണ്ട ഓക്കെ. കഴുത്ത് കഴിക്കുന്നു. അപ്പോൾ മച്ചന്മാരെ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. കാരണം ഉമ്മാർ ഇറങ്ങുമ്പോൾ ലൈറ്റ് ഉണ്ടെങ്കിലല്ലേ ഷൂട്ട് ചെയ്യാൻ പറ്റും. അപ്പം ഉമ്മാർ ഇറങ്ങുമ്പോൾ ലൈറ്റ് ഉണ്ടെങ്കിൽ അത് ഞാൻ കണ്ടിന്യൂ, അല്ലെങ്കിൽ ബൈ നാളെ കാണാം. ഓക്കെ, ഇവൻ്റെ അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവർ ഏകദേശം ഇപ്പം എനിക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറന്നതൊരു 4:45 മണിക്കൂർ 45-50 ആ ഒരു 4 മണിക്കൂർ എന്തായാലും പറഞ്ഞിട്ടുണ്ട്. അതിന് മുകളിലോട്ട് ഉണ്ടാവാൻ ലൈറ്റൊക്കെ വേണം. കാരണം ഇരുട്ടാകുമ്പോൾ പിന്നെ പാടാണ്. പ്രാവുകൾ ഓട്ടോമാറ്റിക്കലി ഇരുട്ട് വീഴുമ്പം ലാൻഡ് ആവുകയാണ്. അപ്പം അടുത്ത വിശേഷങ്ങൾ വരും വരെ എല്ലാവർക്കും ബൈ. എല്ലാവരും നല്ല മഴയാണ്. പ്രാവുകളെ ശ്രദ്ധിക്കുക, നിങ്ങളും ശ്രദ്ധിക്കുക. ഈ തൊണ്ടവേനയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ആ ഒരു ക്ഷീണത്തിൽ കിടന്നുറങ്ങിയാണ്. പിന്നെ അടുത്ത വീഡിയോയിൽ നോക്കട്ടെ, ഞാൻ നമ്മുടെ ഷാഡോയുടെ പപ്പീസിനെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കേട്ടോ. മൊത്തം 4 മെയിലും 2 ഫീമെയിലും ഉണ്ട്. ഓക്കെ, ഷാഡോയും ഹെൽത്തി ആയിട്ടിരിക്കുന്നു. ഞാനും ഹെൽത്തി അല്ല കേട്ടോ. ചെറിയ തൊണ്ടവേനെ കൊണ്ട് എവിടെ പോയി 1 2 രണ്ടെണ്ണം 2 വാക്കിനൊക്കെ പറക്കണം കേട്ടോ. എന്തായാലും കാണാം, അടുത്ത വീഡിയോ കാണാം. ഓക്കെ, അപ്പോൾ ബൈ. ശുഭദിനം.